പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2026 ജൂൺ മാസം 19 വെള്ളിയാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. കരങ്ങൾ ഉയർത്തി അല്പസമയം കർത്താവിന് നിന്ന് സ്തോത്രം പറഞ്ഞ് സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചതിനായിട്ട് നമ്മുടെ കരങ്ങളെ ഉയർത്തി സ്തോത്രം പറയാം. സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്നതിനായിട്ട് കരങ്ങളെ ഉയർത്തി സ്തോത്രം പറയാം. സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ നമ്മളെ ഉണർത്തിയതിനായിട്ട് കരങ്ങളെ ഉയർത്തി സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം കർത്താവ് നമ്മളെ അത്ഭുതകരമായി നടത്തുന്നത് ഓർത്ത് നമ്മുടെ കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. നമ്മുടെ കർത്താവ് നല്ലവനാകുന്നു. കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്നു. ഒന്നുകൂടെ കരമുയർത്തി പറഞ്ഞ്, എൻ്റെ യേശു നല്ലവനാകുന്നു, എൻ്റെ യേശുവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്നു. കർത്താവിൻ്റെ പ്രത്യേകത എന്തുവാ? കർത്താവ് ഏകനായി മഹാത്ഭുതങ്ങളെ ചെയ്യുന്നവനാണ്. ചെങ്കടൽ പിളർന്നത് അവൻ തനിയെയാണ്. ചെങ്കടൽ പിളർന്നത് യെരിഹോവിനെ ഇടിച്ചത് അവൻ തനിയെ. അത്ഭുതങ്ങൾ ചെയ്യുന്നത് തനിച്ച്. അവൻ അസാധ്യമായിട്ടൊന്നുമില്ല. ഇന്ന് പകൽക്കാലം നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്നവൻ, ജീവിക്കുന്നതിനായി കരമുയർത്തി സ്തോത്രം പറഞ്ഞാണ്ട്, സൗഖ്യമാക്കുന്നവൻ നമുക്കായി ജീവിക്കുന്നതിനായി സ്തോത്രം, വിടുവിക്കുന്നവൻ നമുക്കായി ജീവിക്കുന്നതിനായിട്ട് സ്തോത്രം. ആമേൻ. അത്ഭുതങ്ങളെ ചെയ്യുന്നവൻ നമുക്കായി ജീവിക്കുന്നതിനായിട്ട് സ്തോത്രം. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് ഈ പ്രഭാതത്തിൽ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. ഓരോരുത്തരെയും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അവരുടെ ആവശ്യങ്ങൾ എന്തു തന്നെയാണെങ്കിലും അതിന്മേൽ ഇന്ന് പകൽക്കാലം യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കട്ടെ. രോഗികൾ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. പ്രത്യേകിച്ച് കർത്താവെ, ഇടത്ത് കാൽമുട്ടിനും ഇടത്ത് കാലിനും വേദനയാൽ ഭാരപ്പെടുന്നവർ, ആമേൻ ആമേൻ, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ ആ ഇടത്തെ കാലിനുള്ള ബുദ്ധിമുട്ടുകൾ, ആ കാൽ നടക്കുന്നതിനുള്ള ബുദ്ധിമുട്ടുകൾ, ആ കാലിൻ്റെ മുട്ടിനുള്ള വേദനകൾ, ആ കാലുമായിട്ടുള്ള ബന്ധത്തിൽ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതകരമായ സൗഖ്യം വ്യാപരിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ദൈവശക്തി ഇറങ്ങി സൗഖ്യമാകട്ടെ. കാലുകൾ മാൻപേട കാലുകൾക്ക് തുല്യമായി തീരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ കാലുകൾ മാൻപേട കാലുകൾക്ക് തുല്യമായി തീരട്ടെ. കർത്താവ് കൊടുത്ത സൗഖ്യത്തിന് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ കർത്താവെ, ജോലിയിലുള്ള എല്ലാ പ്രതിസന്ധികളും തൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകട്ടെ. കർത്താവെ, ജോലിയുള്ള എല്ലാ അനിശ്ചിതത്വങ്ങളും യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. എല്ലാ തരത്തിലുള്ള ഭയങ്ങളും ടെൻഷനുകളും നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ മാറി തൻ്റെ കുഞ്ഞുങ്ങൾക്ക് പൂർണ്ണമായി ആമേൻ അത്ഭുതകരമായ ഒരു സ്വസ്ഥമായ മുന്നേറ്റം കർത്താവ് കൊടുക്കുന്നതിനായിട്ട് സ്തോത്രം. കൊടുത്ത വിടുതലിന് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ കർത്താവെ, ആമേൻ, ഈ പ്രഭാതത്തിൽ ലോകവ്യാപകമായി കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നവരെ അനുഗ്രഹിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് മിഡിൽ ഈസ്റ്റിൽ നടക്കുന്ന സഭായോഗത്തെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. വലിയ ദൈവിക മഹത്വം ഇന്ന് മിഡിൽ ഈസ്റ്റിൽ വ്യാപരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ സഭായോഗം അനുഗ്രഹ സമ്പൂർണ്ണമായി തീരട്ടെ. ആത്മപകർച്ചയുണ്ടാകട്ടെ. മഴ പോലെ മഞ്ഞുപോലെ ദൈവമഹത്വം പെയ്തിറങ്ങി ഇന്നത്തെ സഭായോഗം അസാധാരണമായി തീരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഇന്നത്തെ സഭായോഗം അസാധാരണമായി തീരട്ടെ. അങ്ങയുടെ അത്ഭുതങ്ങൾ നടക്കുന്നതിന് സ്തോത്രം. അങ്ങേക്ക് അസാധ്യമായിട്ട് ഒന്നും തന്നെ ഇല്ലല്ലോ. അതിന് ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. അതുപോലെ ഈ പ്രഭാതി കർത്താവേ, ആമേൻ ആമേൻ, കർത്താവ്, ഞങ്ങളുടെ ഈ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒന്നുപോലും കൈവിട്ട് പോകരുത്. ഒന്നുപോലും അങ്ങേ അറിയാതെ പോകരുത്. എല്ലാവരുടെ മേലും ആത്മപകർച്ച ഉണ്ടാകട്ടെ. കർത്താവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേൽ ആത്മപകർച്ച ഉണ്ടാകട്ടെ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേൽ ആത്മപകർച്ച ഉണ്ടാകട്ടെ. അവർ കർത്താവിൻ്റെ മക്കളായി വളർന്ന് കർത്താവിൻ്റെ രാജ്യത്തിന് പ്രയോജനമുള്ള കുഞ്ഞുങ്ങളായി തീർന്നു. അങ്ങ് പറഞ്ഞല്ലോ, അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിൻ്റെ മേലും ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. യൗവനക്കാർ ദർശനങ്ങളെ കാണും. യേശുവിൻ്റെ നാമത്തിൽ അത് ഈ കാലഘട്ടത്തിൽ സംഭവിക്കട്ടെ. അത്ഭുതകരമായ മുന്നേറ്റങ്ങൾ കർത്താവ് ചെയ്യുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ നാമം, കർത്താവെ, അങ്ങ് അത്ഭുതകരമായി നടത്തുന്നതിന് നന്ദി, ഉയർത്തുന്നതിന് സ്തോത്രം. അങ്ങ് അത്ഭുതം ചെയ്തിരിക്കുന്നതിന് നന്ദി പറയുന്നു. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. സകല മഹത്വം പുകഴ്ചയ്ക്ക് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. കരങ്ങളെ ഉയർത്തി കർത്താവിനൊരു സ്തോത്രം കൂടെ പറഞ്ഞാണ്ട് ആമേൻ. കർത്താവ് അനുവദിക്കുന്ന പക്ഷം രാവിലെ ഇന്ത്യൻ സമയം 8 മണിയോടുകൂടെ നമ്മുടെ സഭായോഗം ആരംഭിക്കും. പ്രാർത്ഥനയോടുകൂടെ എല്ലാവരും അതിൽ പങ്കെടുക്കണമെന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് നമുക്ക് തന്നിരിക്കുന്ന ആലോചന എന്ന് പറയുന്നത് ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യമാണ്. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം. അതിനകത്ത് ഇങ്ങനെയാണ് പരിശുദ്ധാത്മാവ് എഴുതിയിരിക്കുന്നത്: താൻ സൃഷ്ടിച്ചുണ്ടാക്കിയ സകല പ്രവൃത്തിയിൽ നിന്നും അന്ന് നിർവൃതനായതുകൊണ്ട് ദൈവം 7-ാം ദിവസത്തെ അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചു. ഈ സന്ദേശം പ്രിപ്പയർ ആകുമ്പോൾ കർത്താവിൻ്റെ ഉള്ളിൽ പറഞ്ഞത് റെസ്റ്റ് എന്ന് പറയുന്നത് ഒരു ദൈവിക ജ്ഞാനമാണ്.
അതായത് പലരും റെസ്റ്റ് എടുക്കാറില്ല. ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ്, ഓടുക, രാവും പകലും ഒരുപോലെ അവർ കഷ്ടപ്പെടുകയാണ്. പക്ഷേ കർത്താവ് കണ്ടോ, താൻ സൃഷ്ടിച്ചുണ്ടാക്കിയ സകല പ്രവൃത്തിയിൽ നിന്നും അന്ന് നിർവൃതനായതുകൊണ്ട്, ഇംഗ്ലീഷിൽ പറഞ്ഞ് ആൻഡ് ഗോഡ് ബ്ലെസ്ഡ് the seventh day and sanctified it because that it has rest. He had rested. കർത്താവ് എന്ത് ചെയ്തു? റെസ്റ്റ് ചെയ്തു. കർത്താവ് സ്വസ്ഥനായിട്ടിരുന്നു എന്നാണ് പറയുന്നത്. അപ്പം അതെന്തിനാണ് അങ്ങനെ പറയുന്നത്? ദൈവമക്കളായ നമ്മളും റെസ്റ്റ് എടുക്കുവാൻ തയ്യാറാകണം. പലരും അതിന് തയ്യാറാകാറില്ല. പലരും എന്നാ ചെയ്യുന്നത്? ആ സമയത്ത് പലരും കൂടുതൽ പൈസ ഉണ്ടാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ കൂടുതൽ സാമ്പത്തിക മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി കഷ്ടപ്പെടുകയാണ്. കൂടുതൽ മണിക്കൂറുകൾ ജോലി ചെയ്യുന്നു, വളരെ കുറച്ച് സമയം ഉറങ്ങുന്നു, ആഹാരം സമയത്തിന് കഴിക്കുന്നില്ല, അവരുടെ ഫാമിലിയെ ശരിക്ക് കെയർ ചെയ്യാൻ കഴിയുന്നില്ല, അവരുടെ ആരോഗ്യത്തെ ശരിയാവണ്ണം നോക്കുന്നില്ല. അങ്ങനെ പല രീതിയിൽ അവർ ഭയങ്കര ഹാർഡ് വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷേ കർത്താവ് അത് ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് പരിശുദ്ധാത്മാവ് നമ്മളെ ഇന്ന് ഓർപ്പിക്കുന്നത്. കർത്താവ് അത് ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് പരിശുദ്ധാത്മാവ് നമ്മളെ ഇന്ന് ഓർപ്പിക്കുന്നത്. പുറപ്പാട് പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെ 28-ാം അധ്യായം അതിന് 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ പറയും, ശബത്ത് നാളിനെ നിങ്ങൾ ശുദ്ധീകരിപ്പാൻ ഓർക്കുക, 6 ദിവസം അധ്വാനിക്കുക, നിന്റെ വേലയൊക്കെയും ചെയ്യുക, 7-ാം ദിവസം നിന്റെ യഹോവയുടെ ശബത്താകുന്നു. ദ 7th day ഈസ് ദ സാബത്ത് ഓഫ് ദ ലോർഡ് ദൈ ഗോഡ്. അപ്പം അതെന്ത് ചെയ്യണം? അന്ന് നീയും നിന്റെ പുത്രന്മാരും പുത്രിയും നിന്റെ വേലക്കാരും വേലക്കാരത്തികളും നിന്റെ കന്നുകാലികളും എൻ്റെ പടിവാതിക്കലുള്ള പരദേശിയും ഒരു വേലയും ചെയ്യരുത്. അപ്പോൾ ഒരു റെസ്റ്റ് എടുക്കുക എന്നുള്ളത് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നതായ കാര്യമാണ്. ലേവ്യ പുസ്തകം പറയുമ്പോൾ 7 വർഷത്തിൽ നമ്മുടെ മണ്ണിന് പോലും റെസ്റ്റ് കൊടുക്കണം, അതായത് പറമ്പുകൾക്ക് പോലും റെസ്റ്റ് കൊടുക്കണമെന്നാണ് വേദോസം നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മളോട് ഓർപ്പിക്കുന്നത്, നമ്മൾ ദൈവത്തിൻ്റെ മന്ദിരമാകുന്നു, ദൈവത്തിൻ്റെ ആത്മാവാണ് നമ്മളിൽ വസിക്കുന്നത്. നമ്മുടെ മന്ദിരം ദൈവത്തിന് ഉപയോഗിക്കുവാനുള്ളത്, നമ്മുടെ ശരീരം കർത്താവിന് ഉപയോഗിക്കുവാനുള്ളത്. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുക, വളരെ ശ്രദ്ധയോടെ വേണം ഈ ദിവസങ്ങളിൽ ഭൂമിയിൽ ജീവിക്കുവാൻ. അനാവശ്യമായി നമ്മുടെ ശരീരത്തെ നമ്മൾ അധികമായി ഹാർഡ് വർക്ക് ചെയ്യിപ്പിച്ച് നഷ്ടമാക്കി, ആരോഗ്യം നഷ്ടമാക്കി കളയരുതെന്നാണ് കർത്താവ് ഈ പ്രഭാതത്തിൽ നമ്മളെ ഓർപ്പിക്കുന്നത്. മർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 31-ാം വാക്യത്തിൽ പറയുന്നു, വരുന്നവരും പോകുന്നവരും വളരെ ആയിരുന്നതിനാൽ അവർക്ക് ഭക്ഷിപ്പാൻ പോലും സമയമില്ലായകൊണ്ട് അവൻ അവരോട്, നിങ്ങളൊരു ഏകാന്ത സ്ഥലത്ത് വേറിട്ട് വന്ന് അല്പം ആശ്വസിച്ചു കൊള്ളുവീൻ. ഇവിടെ കർത്താവ് തന്നെ ശിഷ്യന്മാരോട് പറയുക, നിങ്ങൾ ഒരു ഏകാന്ത സ്ഥലത്തോട്ട് മാറി അല്പം എന്ത് ചെയ്യും? റെസ്റ്റ് ചെയ്യുക. അപ്പം പരിശുദ്ധന്മാർ നമ്മളോട് പറയുന്നു, ഉറങ്ങേണ്ട സമയത്ത് ദൈവമക്കൾ എന്ത് ചെയ്യണം? ഉറങ്ങണം. അടുത്തത് ആരോഗ്യകരമായ അല്ലെങ്കിൽ ഹെൽത്തി ഫുഡ് വേണം കഴിക്കുവാൻ. നിങ്ങളുടെ കുടുംബത്തോടൊപ്പം നിങ്ങൾ സമയം ചെലവഴിക്കുക. ആഴ്ചയിൽ ഒരു ദിവസം കർത്താവിനെ ആരാധിക്കുവാനും സ്വസ്ഥമായിരിക്കുവാനുമായി സമയം മാറ്റിവെക്കുക. നിങ്ങളുടെ ശാരീരികമായ ആരോഗ്യത്തെ പ്രത്യേകം ശ്രദ്ധിക്കുക. ജോലിയോ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന മറ്റെന്തെങ്കിലും പ്രവൃത്തികളെ ഒരു വിഗ്രഹമായി കണ്ട് അതിൻ്റെ പുറകെ ഓടാതെ ദൈവസന്നിധിയിൽ കർത്താവ് തരുന്ന ആ ഒരു ജ്ഞാനത്തിൽ കാര്യങ്ങളെ ചെയ്ത് മുന്നേറാൻ പരിശുദ്ധാത്മാവിന്ന് നമ്മളെ ഓർപ്പിക്കുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. പിതാവേ, അങ്ങ് ഞങ്ങൾക്ക് തന്ന ആരോഗ്യത്തെ സൂക്ഷിക്കുവാൻ കർത്താവ് ഞങ്ങൾക്ക് അങ്ങയുടെ ജ്ഞാനം തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണം. അനാവശ്യമായി ശരീരത്തെ നശിപ്പിക്കുവാൻ സമ്മതിക്കാതെ ദൈവിക ജ്ഞാനത്തിൽ ശരീരത്തെ സൂക്ഷിക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും നല്ല ആരോഗ്യവും ദീർഘായുസ്സും യേശുവിൻ്റെ നാമത്തിൽ ഉണ്ടാകട്ടെ. നല്ല ആരോഗ്യവും ദീർഘായുസ്സും ഉണ്ടാകട്ടെ യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ പ്രവാചി ദൈവത്തിൻ്റെ കൃപയും സമാധാനവും നിങ്ങളുടെ കൂടെ ഇരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ. കരങ്ങൾ ഉയർത്തി പറയാം. അവൻ എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും, എൻ്റെ പാനപാത്രം നിറഞ്ഞു കവിയും, നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. ആമേൻ. നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ചു വരികയും. We are blessed, we are really blessed, we are permanently blessed and highly favored. God bless you, God bless you, God bless you.